ഈ ഒരു ടീസറിലെ രംഗത്തിൽ കണ്ടത് മോഹൻലാലല്ലേ? എനിക്ക് മോഹൻലാലായിട്ടാണ് തോന്നിയത്. അപ്പോൾ പറയാൻ പോകുന്നത് ലോക്ക എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയാണ്. ഇപ്പോൾ കുറച്ച് മുന്നേ ഞാൻ കാണിച്ച ഒരു രംഗമെന്ന് പറയുന്നത് ലോക്ക എന്ന് പറഞ്ഞ സിനിമയുടെ ടീസർ എന്നുള്ളൊരു രംഗമാണ്. അത് കണ്ടുപോയ വഴിക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ ആ ഒരു രംഗം കണ്ടപ്പോൾ മോഹൻലാൽ അല്ലേ എന്ന് തോന്നിപ്പോയി. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ലോക്ക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 28-ാം തീയതി ഓണം റിലീസായിട്ടാണ് ലോക്ക റിലീസ് ചെയ്യാൻ പോകുന്നത്. ഡൊമിനിക് കെരനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ തരംഗം എന്ന് പറഞ്ഞ സിനിമ തന്നെ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഭിന്നമായിട്ട് നമുക്ക് മലയാളികൾക്ക് ആദ്യമായിട്ടൊരു സൂപ്പർ ഹീറോയെ കിട്ടാൻ പോവുകയാണ്. ഒരു സൂപ്പർ ഹീറോ എന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഓൾറെഡി മിന്നൽ മുരളി സൂപ്പർ ഹീറോ ആണ്. പക്ഷേ ഇതൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് ക്യാരക്ടറായിട്ട് സൂപ്പർ ഹീറോയിൻ എന്ന് പറയാം. പക്ഷേ ഞാൻ അങ്ങനെ പറയുന്ന കാര്യം അത് തന്നെ ഒരു വേർതിരിവാണ്. എനിക്ക് അതിനോട് താല്പര്യമില്ല. അപ്പോൾ നമുക്ക് വേറൊരു സ്വന്തമായിട്ടൊരു സൂപ്പർ ഹീറോയെ കിട്ടുവാണ്. അതാണ് ഈ ഒരു ലോക്ക എന്ന് പറഞ്ഞ ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞ കഥയിൽ വരുന്നത്. ഇതിൻ്റെ പല ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാലും ഇതൊരു യൂണിവേഴ്സ് ആണെന്ന് ഏകദേശം പറയുകയുണ്ടായി. സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദുൽഖർ സൽമാൻ്റെ വേഫർ ഫിലിംസാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സുകളിൽ ദുൽഖർ, ടൊവിനോ എന്ന് പറഞ്ഞ താരങ്ങൾ ഉണ്ടാകുമെന്ന് സൂചന നൽകിയിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഈ ഒരു സിനിമയുടെ കമ്മിയോ അപ്പിയറൻസ് ആയിട്ട് ചിലപ്പോൾ പല പല താരങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഇൻ്റർവ്യൂ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ആ ഇൻ്റർവ്യൂവിൽ ചോദ്യങ്ങൾ തന്നെ പറയുന്നുണ്ട്, വന്നേക്കാം, വരാം എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് മറ്റു പല താരങ്ങളും ലോക്ക ചാപ്റ്റർ 1 അതായത് അത് മറ്റൊരു യൂണിവേഴ്സ് ആയതുകൊണ്ട് ആ വരുന്ന താരങ്ങളെ ബേസ് ചെയ്ത് അടുത്ത യൂണിവേഴ്സ് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഉറപ്പായിട്ടും ദുൽഖർ കാണുമെന്നുള്ള 100% ഉറപ്പാണ്. അതുപോലെ കല്യാണി പ്രിയദർശനാണ് ഈ ഒരു ചന്ദ്ര എന്ന് പറഞ്ഞ ടൈറ്റിൽ ക്യാരക്ടറിനെ ചെയ്യുന്നത്. കല്യാണി ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ട് ആ ഒരു ടീസറിൽ വ്യക്തമാക്കുന്നുണ്ട്. ആക്ഷൻ രംഗങ്ങളൊക്കെ ഒരു രക്ഷയുമില്ല. ഒരുപക്ഷെ കല്യാണിക്ക് ഏറ്റവും കൂടുതൽ കയ്യടി നേടാൻ പോകുന്ന സിനിമ കൂടിയായിരിക്കും ചന്ദ്ര എന്ന് പറഞ്ഞ ഈ ഒരു കഥാപാത്രവും ലോക്ക എന്ന് പറഞ്ഞ സിനിമയും എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഒരു കുറച്ച് കാലഘട്ടങ്ങളായിട്ട് മലയാള സിനിമ സഞ്ചരിക്കുന്ന വേറൊരു രീതിയിൽ കൂടിയാണ്. ഇതുപോലെ ഗഗനചാരി എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കണ്ടതാണ്. വേറൊരു വേൾഡാണ് നമ്മൾ മുന്നിൽ തുറന്ന് കാണിച്ചത്. അതുപോലെ ഇനി വരാൻ പോകുന്ന വേല എന്ന് പറഞ്ഞ സിനിമ സോംബി ടൈപ്പ് ഓഫ് സിനിമയാണ്. അതായത് മലയാള സിനിമയുടെ ട്രാക്ക് എന്ന് പറഞ്ഞാൽ അപ്പടിയെ വേറെ മാതിരി അങ്ങ് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോക്ക എന്ന് പറഞ്ഞ സിനിമയും ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. നസ്ലിൻ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ ചെയ്യുന്നുണ്ട്. പക്ഷേ കല്യാണി പ്രിയദർശനാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിലെ ഗംഭീരമായിട്ട് തോന്നിയ ഇതിലെ ആക്ഷൻ രംഗങ്ങളാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്നായിട്ട് തോന്നുന്നത് ഈ ഒരു സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് ശാന്തി ബാലചന്ദ്രനാണ്. അതായത് തരംഗം സിനിമയിൽ ആ ഒരു നായികയില്ലേ, ആ ശാന്തി ബാലചന്ദ്രനാണ് ഈ ലോക്ക ചാപ്റ്റർ 1 കഥ എഴുതിയിരിക്കുന്നത്. അതാണ് ഞെട്ടിച്ച മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഒരു പുതിയ രീതിയിലുള്ളൊരു അപ്രോച്ചിന് വേണ്ടി ശാന്തി ശ്രമിച്ചിട്ടുണ്ട്. അത് ഡൊമിനിക് കെരൻ പ്രസൻറ്റ് ചെയ്തപ്പോൾ ടീസറിൽ കാണാൻ പറ്റിയത് ഗംഭീരമായ ഒരു വിഷ്വൽ ട്രീറ്റാണ്. അപ്പം ലോക ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ സിനിമയെ ഏറെ പ്രതീക്ഷയുണ്ട്. നിങ്ങളെങ്ങനെയാണ് ഈ ഒരു സിനിമയെ സമീപിക്കുന്നത് എന്നത് കണ്ടു നോക്കാം. ഓഗസ്റ്റ് 28-ാം തീയതി സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. സിനിമ ഒരു ഗംഭീര ഹിറ്റാകട്ടെ എന്ന് ആശംസിക്കുന്നു.